ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മളെ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണേനെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പം സോഷ്യൽ മീഡിയ ഇവരുടെ കുടുംബസമേതം നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം അവർക്ക് ഒരു ചതി പറ്റിയെന്ന് വെച്ചാൽ വിശ്വസിച്ച് സ്ഥാപനം ഏൽപ്പിച്ചവർ വൻ ചതിയാണ് അവരിൽ നടത്തിയത്. എന്നിട്ട് ആ ചതി നടത്തിയിട്ടും അവർ ആദ്യമൊക്കെ കുറ്റം സമ്മതിച്ചിട്ട് പിന്നെ അവർ എവിടെയോ പോയി ആരോ ആക്കി എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് വന്നൊരു ഒരു റിപ്പോർട്ടർ ഇൻ്റർവ്യൂ കൊടുക്കുന്ന പോലെ ഒരു ഇത് കാണുന്നുണ്ടില്ലേ ന്യൂസിനകത്തൊക്കെ. അത് കാണുമ്പോൾ ആ വീഡിയോ ഇവരിറക്കിയ വീഡിയോ കൂടെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. ആദ്യത്തെ വീഡിയോയിൽ ഇവർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴൊക്കെ നിങ്ങളെന്തിനു മോഷ്ടിച്ചു, നിങ്ങളെന്തിനാ പൈസ എടുത്തത്, സത്യം പറയുന്നതൊക്കെ പറയുമ്പോൾ അവരാദ്യമേ ഒരക്ഷരം പോലും മിണ്ടാതെ പഞ്ചപൂച്ച അടക്കി നിൽക്കുന്നവർ പിന്നെ പുലികളായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അവരെന്തുമാത്രം പുറത്തു പോയി, ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡൊക്കെ കൂടെ ഉണ്ടാവും, നമുക്ക് മേ ബി അറിയത്തില്ല. നമ്മൾ 2 വീഡിയോകളും കണ്ടു കഴിഞ്ഞപ്പോഴല്ലേ ഇവരുടെ സ്വഭാവം. ആദ്യമൊക്കെ എല്ലാവരും വിചാരിച്ച് കാണും ശരിയാ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ഇവരെന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇവർ തന്നെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ദിയെ വിളിക്കുന്നതായിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് പറയുന്നുണ്ട്, പറ്റിപ്പോയെന്ന് പറ ദിവ്യ എന്ന്. അതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവർ വെട്ടിച്ചിട്ടുണ്ട്. എത്ര ലക്ഷം രൂപയാണെന്ന് ഇപ്പം അവർ പറയുന്ന 69 ലക്ഷം രൂപയാണെന്ന്. അത് കണക്കുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ഇത് ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ടാണ് അവിടെ എടുത്ത പൈസ ഇല്ലേ പിന്നെ നിങ്ങൾ ഈ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസ ഇല്ലേ ശരി, നിങ്ങൾക്ക് ഏകദേശം ധാരണയില്ല അല്ലേ? 3 ലക്ഷം വരെ ഓർമ്മയുള്ളൂ. ഒരു 10-15 ലക്ഷം എടുത്തിട്ടുണ്ടല്ലോ റെക്കോർഡ് വന്നായിരിക്കുന്നത്. അല്ലാതെ ഒരു സംസാരിക്കുകയായിരിക്കും വന്നാലെത്തി ട്രാൻസ്ഫർ വന്നാലെത്തി അപ്പൊ എടുത്തില്ലെന്ന് പറയാൻ പറ്റില്ലല്ലേ? നിങ്ങൾ എന്ത് ചെയ്യും പൈസ? അല്ല ഞാൻ കണക്കിൽ എത്തിച്ചാൽ ഈയുടെ വല്ലാത്തൊരു പ്രത്യേകത ഒരു സ്വഭാവമാണ്. അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എപ്പോഴും ഏതിനും നമ്മുടെ വീട്ടുകാരെയും എല്ലാവരെയും വലിച്ചേർക്കുകയും പിന്നെ നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ്, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത്, ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ്, ഇവർ നമ്മളെ പോലെയല്ല, ഇവരെ കൾച്ചർ വേറെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അധിക്ഷേപിക്കുന്നതിൻ്റെ റെക്കോർഡ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമാണ് ഞങ്ങൾ ഇഷ്യൂ ആയി തുടങ്ങിയത് ഈ അടുത്ത്. അതിനുശേഷം ദിയ ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ 8,82,000 രൂപ ഞങ്ങളുടെ കഴുത്തിലും കയ്യിലൊക്കെ കിടക്കുന്നത് കൊണ്ട് ഊരി പണയം വെച്ച് എല്ലാം കൊണ്ട് ഇപ്പം ഇവിടെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഞങ്ങളുടെ വീട്. ഇപ്പം നമ്മളിപ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്, ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒരു CCTVയുടെ എന്തൊക്കെയായാലും അവർ ഫോട്ടോസൊക്കെ അവരിടുന്ന ഞങ്ങൾക്ക് പേടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണക്കാരല്ലേ, ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇപ്പം ഞങ്ങൾക്ക് എല്ലാവരും പബ്ലിക്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ലല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തികളാണ്. ഞങ്ങൾക്കിപ്പോൾ പബ്ലിക്കായിട്ട് വന്ന് എന്തെങ്കിലും ഞങ്ങളുടെ ഒരു കാര്യങ്ങൾ പറയാനും താല്പര്യമില്ല. അപ്പം അവരങ്ങനെ കാണിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് പേടിയായിരുന്നു. കാരണം ഇവരെന്ത് രീതിയിൽ എന്തൊക്കെ ഇപ്പം തന്നെ തട്ടിക്കൊണ്ട് പോയതിനെ അവരത് മാറ്റി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവരെ അടുപ്പിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒന്നിച്ചിരുന്ന് ഫോട്ടോ എടുത്ത് ജാതി കൗമ കാണിക്കുന്നവരാണെങ്കിൽ ഒന്നിച്ചിരുന്ന് ഫോട്ടോ എടുത്ത് ഫുഡ് കഴിക്കുന്നു, വളകാപ്പ് ചടങ്ങ് ചെയ്യുന്നു. ആ വീഡിയോ ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ആ ഒരു ഫോട്ടോസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരെങ്ങനെ ജാതി പറയും? അപ്പോൾ അവരാരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ജാതി. ഇപ്പം നമ്മളെ വേടൻ്റെ കാര്യം പറഞ്ഞ പോലെ വേടൻ്റെ ഒരു ഇത് വേറെ, ആ ഒരിത് വെച്ചിട്ട് ആരോ പറഞ്ഞു കൊടുത്താൽ ജാതി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരെല്ലാം ഇവരുടെ സൈഡിൽ നിൽക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവർ ജാതിക്കാരുടെ അടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടണം. അതും 1-2 ലക്ഷം രൂപയൊന്നും അല്ലല്ലോ. ഇവർ അഥവാ കള്ളം കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ 8 ലക്ഷം രൂപ ഇവർ പറഞ്ഞപ്പോൾ തന്നെ കൊണ്ടു കൊടുത്തു? ആ 8 ലക്ഷം രൂപ നിമിഷം നേരം ഈ പാവപ്പെട്ടവർക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നു? ആരോടെങ്കിലും കടം ചോദിക്കണമെങ്കിൽ 1 ലക്ഷം രൂപ പോലും ഈ വന്ന കാലത്ത് ആരും കടം കൊടുക്കത്തില്ല.
പിന്നെ എങ്ങനെ 8 ലക്ഷം രൂപ നിമിഷ നേരം കിട്ടുന്നു. പിന്നെ ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഇവർ തട്ടിക്കൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ അവർ ആ വീഡിയോയിൽ ദിയയുടെ അമ്മ ചോദിക്കുന്നു ആരെയാണ് ആക്റ്റീവ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഹസ്ബൻഡ് വന്ന് ആക്റ്റീവ് ചെയ്താണ്. അപ്പോൾ ഇവരെല്ലാം വണ്ടി വിളിച്ച് വന്നിട്ട് അവർ പറയുന്നത് എന്തുവാ, ഞങ്ങളെ തട്ടിക്കൊണ്ട് പോയതാണ് കാറിനകത്ത്. ഇത്രയേ ഉള്ളൂ.